യൂണിറ്റ് 7 വേൾഡ് വി ലിവ് ഇൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അവർ കൺട്രി. ഇന്ത്യ നമ്മുടെ രാജ്യം. നമ്മുടെ കൺട്രി ഇന്ത്യ ആണെന്ന് അറിയാലോ. ഇവിടെ നോക്കൂ, സയാൻ ടീച്ചറോട് എന്തോ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ അത്? ടീച്ചർ, വൈ ആർ ദർ സോ മെനി കളേഴ്സ് ഓൺ ദ ലാൻഡ് ഏരിയ ഓഫ് ദ ഗ്ലോബ്? സയാൻ ആസ്ക്. ഗ്ലോബിലെ കരഭാഗത്ത് ഇത്രയും നിറങ്ങൾ എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ ടീച്ചർ പറയണം നോക്കൂ. ഈച്ച് കളർ റെപ്രസെന്റ്സ് എ കൺട്രി, ദ ടീച്ചർ സെഡ്. എന്താണ്? ഓരോ നിറവും ഓരോ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്ലോബിലെ ഓരോ നിറവും എന്താ കാണിക്കുന്നത്? ലാൻഡ് ഏരിയയിലുള്ള ഓരോ നിറങ്ങളും എന്താണ്? ഓരോ രാജ്യങ്ങളെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. Where is our country in this? ഇതിൽ എവിടെയാണ് നമ്മുടെ രാജ്യം എന്നാണ് കേട്ടോ. ഇതാണ് കേട്ടോ, ഇതാണ് ഇന്ത്യ. കണ്ടില്ലേ നിങ്ങൾ? ഇഫ് വി കോപ്പി ആൻഡ് ഡ്രോ ദ ബോർഡർ ലൈൻ ഓഫ് ഇന്ത്യ ഓൺ എ പേപ്പർ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. എന്താണ്? ഇന്ത്യയുടെ ബോർഡർ ലൈൻ, അതായത് അതിർത്തി രേഖ ഒരു കടലാസിലേക്ക് പകർത്തി വരച്ചാൽ ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കണ്ടില്ലേ ഗ്ലോബിലെ ഇന്ത്യയുടെ പോർഷൻ നമ്മൾ കണ്ടില്ലേ? അതിൻ്റെ ബോർഡർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയല്ലേ കിട്ടുക? അപ്പം ഇതാണ് കേട്ടോ ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത്. സച്ച് പിക്ചേഴ്സ് ആർ കോൾഡ് മാപ്സ്. അങ്ങനത്തെ പിക്ചേഴ്സിന് എന്താണ് പറയുന്നത്? മാപ്സ് എന്നാ പറയുക, ഭൂപടങ്ങൾ കേട്ടോ. ഇനി നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. യു ഹാവ് സീൻ അവർ നാഷണൽ ഫ്ലാഗ്, ഹാവിൻ യു? അതായത് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. നമുക്കറിയാം അല്ലേ, നാഷണൽ ഫ്ലാഗിന്റെ നിറങ്ങളൊക്കെ അറിയാം. ട്രൈ കളർ ആണ് അല്ലേ ഇന്ത്യയുടെ ഫ്ലാഗ്. എങ്ങനെയാണ്? 3 കളേഴ്സ് ഉള്ളതാണ് അല്ലേ, ട്രൈ കളർ ഫ്ലാഗ് ആണ്. ഇനി ഏതൊക്കെയാണ് കളേഴ്സ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഹാസ് സാഫ്രോൺ കളർ ഓൺ ടോപ്പ്, വൈറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കുങ്കുമ നിറാണ് അല്ലേ മുകളിൽ. നടുക്കെ എന്താണ്? വെള്ള നിറാണ്. ചുവടെ എന്ത് നിറാണ്? ഗ്രീൻ നിറാണ് അല്ലേ, പച്ച നിറമാണ്. ഇറ്റ് ഹാസ് ദ അശോക ചക്ര വിത്ത് 24 സ്പോക്സ് ഓഫ് ബ്ലൂ കളർ ഇൻ ദ മിഡിൽ. നാഷണൽ ഫ്ലാഗിന്റെ നടുക്കെ 24 ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. അപ്പോൾ നമ്മുടെ നാഷണൽ ഫ്ലാഗ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഫ്ലാഗ് വിത്ത് 3 കളേഴ്സ്. വി കോൾ ഇറ്റ് എ ട്രൈ കളർ ഫ്ലാഗ് ഓർ തിരങ്ക. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മേക്ക് എ നാഷണൽ ഫ്ലാഗ് ഹാവിംഗ് ദ കറക്റ്റ് മെഷർമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി കൂട്ടുകാർ മൊത്തം കറക്റ്റ് മെഷർമെന്റിൽ ശരിയായ അളവിലുള്ള ഒരു നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60 സെന്റിമീറ്ററും ആണ് കേട്ടോ. ലെങ്ത് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഈസ് 90 സെന്റിമീറ്റർ ആൻഡ് ദ ബ്രെഡ്ത്ത് ഈസ് 60 സെന്റിമീറ്റർ. ലെങ്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നീളം കേട്ടോ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വീതി. ലെറ്റ് us learn some other symbols of our country. ആദ്യത്തെ നോക്കൂ, ഫസ്റ്റ് വൺ നാഷണൽ ഫ്ലവർ ആണ്, അറിയാലോ, ലോട്ടസ് അല്ലേ. നാഷണൽ അനിമൽ റോയൽ ബംഗാൾ ടൈഗർ. നാഷണൽ ബേർഡ് പീകോക്ക്. നാഷണൽ ട്രീ ബനിയൻ ട്രീ. നടുക്കെ കൊടുത്തിരിക്കുന്നത് നാഷണൽ എംബ്ലം ആണ് കേട്ടോ. അതേതാണ്? ദ ലയൺ, ക്യാപിറ്റൽ ഓഫ് അശോക. സാരാനാഥിലെ അശോക സ്തംഭമാണ് കേട്ടോ. അടുത്തത് അവർ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനമാണ് കേട്ടോ. ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്? അവർ സ്റ്റേറ്റ് ഏതാ? കേരളം. അറിയാലോ, കേരളയാണ് അല്ലെ. ദീസ് സ്റ്റേറ്റ്സ് ഡിഫർ ഇൻ ദയർ ലാംഗ്വേജ്, ക്ലോത്തിങ് ആൻഡ് വേസ് ഓഫ് ലിവിംഗ്. ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലും ഓരോ സംസ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഹാസ് 28 സ്റ്റേറ്റ്സ് ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസ് ആസ് ഓഫ് നൗ. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്? നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് കേട്ടോ അറിയാലോ, കേരള അല്ലെങ്കിൽ കേരളം എന്നും പറയാം കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് കേരളം ഇൻ ദ മാപ്പ് ഓഫ് ഇന്ത്യ ഗിവൺ ഹിയർ. ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അതില് കേരളത്തിന്റെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ, ചെറിയത് കണ്ടില്ലേ നിങ്ങൾ ചുവടെ? അവർ കേരളം ഈസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ ഹോൾ സൈസ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ആകെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലേ. കണ്ടില്ലേ നിങ്ങൾ? കേരളം വാസ് ഫോംഡ് ആസ് ദ ലാൻഡ് ഓഫ് പീപ്പിൾ ഹു മെയിൻലി സ്പീക്ക് മലയാളം. പ്രധാനമായും മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് കേരളം രൂപം കൊണ്ടത്. വെൻ ഈസ് കേരള ഫോർമേഷൻ ഡേ? എന്നാണ് കേരളം രൂപം കൊണ്ടത്? 1 നവംബർ 1956 കേട്ടോ. നമ്മൾ കേരള പിറവി ആഘോഷിക്കുന്നത് എന്നാണ്? എല്ലാ വർഷത്തിലും 1 നവംബറിലാണ് നമ്മൾ കേരള പിറവി ആഘോഷിക്കുന്നത്. കേരളം ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഡിസ്ട്രിക്ട്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. കേരളത്തെ ഭരണ സൗകര്യത്തിനായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഭരണ സൗകര്യത്തിനായിട്ട് വിവിധ ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ മാപ്പ് ആൻഡ് ഐഡന്റിഫൈ ദ ഡിസ്ട്രിക്ട്സ്. നമുക്കിവിടെ കേരളത്തിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ മാപ്പ് നോക്കിയിട്ട് ഡിസ്ട്രിക്ട്സ് എല്ലാം വേർതിരിച്ചറിയാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ കേരളം? കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്? 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്.
കണ്ടോ നിങ്ങൾ? വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ജില്ല ഏതാണ്? അപ്പം നിങ്ങളുടെ ജില്ല ഏതാ വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. തൃശ്ശൂരെങ്കിൽ തൃശ്ശൂർ, എറണാകുളമെങ്കിൽ എറണാകുളം, അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. റൈറ്റ് ദ ഡിസ്ട്രിക്ട്സ് ഓഫ് അവർ സ്റ്റേറ്റ് ഇൻ ദ ടേബിൾ ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ജില്ലകൾ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ടേബിളിൽ ഫസ്റ്റ് നമുക്ക് തിരുവനന്തപുരം നമുക്ക് തന്നിട്ടുണ്ട്, സെക്കൻഡ് കൊല്ലം, തേർഡ് പത്തനംതിട്ട, ഫോർത്ത് ഇടുക്കി, ദെൻ കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ടോട്ടല് 14 ഡിസ്ട്രിക്ട്സ് ആണ് ഉള്ളത് അല്ലേ. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ മാപ്പ് നോക്കുക, എന്നിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് വൺ നോക്കൂ. വിച്ച് ഡിസ്ട്രിക്ട്സ് ഹാവ് സീ ഷോസ്? കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ ഇതൊക്കെയാണ് സീഷോസ് ഉള്ള ജില്ലകൾ. വിച്ച് ആർ ദ ഡിസ്ട്രിക്ട്സ് ദാറ്റ് അഡ്ജോയിൻ യുവർ ഡിസ്ട്രിക്ട്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് തൃശ്ശൂർ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് കിടക്കുന്ന ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണ്? മലപ്പുറം ഉണ്ട്, പാലക്കാട്, എറണാകുളം. ഇനി നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അതിനനുസരിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് എഴുതുക കേട്ടോ. അവിടെ കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. പദപ്രശ്നം പൂർത്തിയാക്കാനാണ് കേട്ടോ. നമുക്കിവിടെ തന്നിരിക്കുന്ന വേർഡ് പസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വേർഡ് പസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എക്രോസ് ആണ്, കുറുകയാണ്. എക്രോസിലെ 5th വൺ നോക്കുക കേട്ടോ. സി ലൈസ് ഓൺ വൺ സൈഡ് ആൻഡ് കർണാടക ഓൺ ദ അതർ സൈഡ്. ഇറ്റ് ഹാസ് 3 നൈബറിംഗ് ഡിസ്ട്രിക്ട്സ്. അതായത് ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് കർണാടകയും അതുപോലെ തന്നെ അതിന് 3 അയൽ ജില്ലകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതാണ് വരിക? മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. കണ്ണൂരല്ലേ? കണ്ണൂരിന്റെ ഒരു സൈഡ് സി ആണ്, ഒരു സൈഡ് കർണാടക ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് 3 അയൽ ജില്ലകളും ഉണ്ട് അല്ലേ. 3 നൈബറിംഗ് ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണ്? കാസർഗോഡ്, വയനാട്, കോഴിക്കോട്. ഇനി നെക്സ്റ്റ് നോക്കൂ. എക്രോസിലെ നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരളം, അതായത് കേരളത്തിന്റെ നൈബറിംഗ് സ്റ്റേറ്റ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 നൈബറിംഗ് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്, കർണാടകയും തമിഴ്നാടും. ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം 6th എക്രോസ് ആണ് അല്ലേ. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 9 ലെറ്റേഴ്സ് ആണ്. അപ്പൊ തമിഴ്നാടിനും 9 ലെറ്റേഴ്സ് ആണ്, കർണാടകയ്ക്കും 9 ലെറ്റേഴ്സ് ആണ്. പക്ഷെ നമ്മൾ എന്ത് നോക്കണം? 6th വണ്ണ് ഫില്ല് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഡൗൺ 1ഉം ഡൗൺ 2ഉം ഡൗൺ 4ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 6th വൺ ഏതാന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിക്കോളൂ നിങ്ങൾ. ഡൗൺ നോക്കൂ. ഫസ്റ്റ് വണ് ഇറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് കൊല്ലം ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്ട്സ്. അതായത് കൊല്ലവും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ വരിക? പത്തനംതിട്ടയാണ് വരിക അല്ലേ. അപ്പോൾ പത്തനംതിട്ടാന്ന് നിങ്ങൾ ഫസ്റ്റ് വണ് ഡൗണിൽ എഴുതണേ. PATHANAMTHITTA പത്തനംതിട്ട എഴുതുക. ഇപ്പൊ തന്നെ നമുക്ക് 6th വൺ ഏതാന്ന് അറിയാൻ പറ്റൂല്ലേ. എക്രോസ് കുറുകെയുള്ളത് എന്താ വരിക? കർണാടകയല്ലേ വരിക. എന്താ കാരണം? പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ട് A എന്ന ലെറ്റർ വന്നിരിക്കുന്നു. തമിഴ്നാടു അല്ലല്ലോ വരിക, കർണാടക എന്ന് പറയുമ്പോഴല്ലേ ശരിയാവുക. KARNATAKA. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാം അല്ലെ കർണാടക എന്ന്. 8th വൺ നോക്കൂ. എക്രോസ് മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നൈബറിംഗ് ഡിസ്ട്രിക്ട്സ്. മലപ്പുറവും പാലക്കാടും ആണ് അയൽ ജില്ലകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഏതാ വരിക? തൃശ്ശൂർ അല്ലേ വരിക. തൃശ്ശൂർ എന്ന് എഴുതുക കേട്ടോ. 8th വൺ ആണ്, എക്രോസ് ആണ്, THRISSUR തൃശ്ശൂർ ആണ് കേട്ടോ. നെക്സ്റ്റ് 9th വൺ നോക്കുക. എക്രോസ് തന്നെ. ദ ഡിസ്ട്രിക്ട് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് തമിഴ്നാടു ആൻഡ് കർണാടക. തമിഴ്നാടിന്റെയും കർണാടകയുടെയും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കേട്ടോ. ഏതാ? വയനാടാണ് വരിക. 9th വൺ കേട്ടോ. വയനാട് എന്ന് എഴുതുക കേട്ടോ. ക്രോസ് ആണ്, WAYANAD. ഇനി 11th വൺ നോക്കൂ. ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ്, ഏറ്റവും ചെറിയ ജില്ല കേട്ടോ, ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴ എഴുതുക. 11th ആണ്, എക്രോസ് ആണ്, ALAPPUZHA. ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്സ്, മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ല കേട്ടോ. ഏതാ വരിക? കോട്ടയമാണ് കേട്ടോ. നോക്കി നോക്കൂ നിങ്ങൾ. കോട്ടയത്തിന്റെ ചുറ്റും ഏതൊക്കെ ജില്ലകളാണത്? എറണാകുളം ഉണ്ട്, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. അപ്പോൾ ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്സ് ഏതാ? കോട്ടയം കേട്ടോ. 13th എക്രോസ് ആണ്, ഫില്ല് ചെയ്യുക കേട്ടോ. KOTTAYAM.
ഇനി ഡൗൺ ആണ്. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു അല്ലേ. ഇനി അടുത്തത് നോക്കൂ, സെക്കൻഡ് വൺ, സിറ്റുവേറ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് കേരള. അതായത് കേരളത്തിന്റെ ഒരു അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. 2 ഡിസ്ട്രിക്ട്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? കാസർഗോഡും തിരുവനന്തപുരവും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന സെൽസ് നോക്കണം കേട്ടോ. കാസർഗോഡ് എന്ന് പറയുമ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കണം. തിരുവനന്തപുരം ഇവിടെ കുറച്ച് വലുതാണ്, അപ്പൊ തിരുവനന്തപുരം അല്ലേ വരിക. ഫിൽ ചെയ്യുക കേട്ടോ. THIRUVANNTHAPURAM തിരുവനന്തപുരം. ഇനി തേർഡ് വൺ നോക്കൂ, ഡൗൺ തന്നെയാണ്. മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നിയർ ബൈ ഡിസ്ട്രിക്ട്സ്. മലപ്പുറവും പാലക്കാടും ആണ് അയൽ ജില്ലകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ, അത് എക്രോസിൽ ഉണ്ടായിരുന്ന അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണല്ലോ, തൃശ്ശൂർ എന്ന് ഫിൽ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കൂ, ഡൗൺ. ദിസ് ഈസ് എ നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയാണ് അല്ലേ. ഇവിടെ ഏതാണ് വരിക നോക്കൂ, തമിഴ്നാടു ആണ് അല്ലേ. നോക്കി നോക്കൂ നിങ്ങൾ, നമ്മൾ നേരത്തെ കർണാടക എഴുതിയിട്ടുണ്ട്, പിന്നെ ഇവിടെ കർണാടക എന്ന് ഫിൽ ചെയ്തപ്പോ എ എന്ന് വന്നു. അതെപ്പോഴാ വരിക? തമിഴ്നാടു എന്ന് പറയുമ്പോൾ NA എന്ന് വരുമല്ലോ, അവിടെയാണല്ലോ വരിക. അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് കേട്ടോ. TAMILNADU. ഇറ്റ് ലൈസ് അഡ്ജസന്റ് ടു മലപ്പുറം ആൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്ട്സ്. 7th വൺ കേട്ടോ, ഡൗൺ. മലപ്പുറം തൃശ്ശൂർ ജില്ലകൾക്കും തൊട്ടടുത്ത് കിടക്കുന്നത് കേട്ടോ. അത് ഏത് ജില്ലയാ? പാലക്കാടല്ലേ. ഫിൽ ചെയ്യുക കേട്ടോ. 7th വൺ ആണ്, ഡൗൺ ആണ്. PALAKKAD. ഇനി 10th വൺ നോക്കൂ, ദ സീ അഡ്ജസന്റ് ടു കേരളം. കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കടൽ അറേബ്യൻ സീ അല്ലേ. അറേബ്യൻ സീ എന്ന് എഴുതുക കേട്ടോ. ARABIANSEA. 10th വൺ ഡൗൺ കേട്ടോ. 12th വൺ നോക്കുക, ഹാസ് എ സീഷോർ. വയനാട് ആൻഡ് മലപ്പുറം ആർ ദ നൈബറിംഗ് ഡിസ്ട്രിക്ട്സ്. എന്താണ്? കടൽ തീരമുണ്ട്. വയനാടും മലപ്പുറം ആണ് അയൽ ജില്ലകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോടല്ലേ വരിക. കോഴിക്കോട് സീഷോർ ഉണ്ട്. ദെൻ നൈബറിംഗ് ജില്ലകൾ ഏതൊക്കെയാ? കണ്ണൂരും വയനാടും മലപ്പുറം ആണല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.